ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ദൈവവചനമായിട്ട് നിൽക്കുവാനായിട്ട് സഹായിച്ച ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കൊന്ന് വായിക്കാം. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് റോമിലുള്ള സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തോലിക ഉപദേശമാണ് അവർക്ക് എഴുതി കൊടുക്കുന്നത്. ദൈവത്തിന്റെ കൃപയുടെ സുവിശേഷം അതിന്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ തലങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് താനൊരു ഉപദേശ വിഷയങ്ങൾ ക്രോഡീകരിച്ച് എഴുതുന്ന ഒരു ലേഖനമാണ് റോമർക്ക് എഴുതിയ ലേഖനം. താൻ നമ്മൾ മുന്നേ ചിന്തിച്ചത് റോമാലേഖനത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് അപ്പോസ്തലൻ അവരെ ഗ്രീറ്റ് ചെയ്യുന്നതും അവിടെ വരുവാനായിട്ട് താല്പര്യമുണ്ട് എന്ന് പറയുകയും, സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തെ കുറിച്ച് താൻ ലജ്ജിക്കുന്നില്ല എന്നും, സുവിശേഷം ഒരാളെ നീതിമാനാക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം ദൈവത്തിങ്കിലെ നീതി അവന് ലഭിച്ചത് കൊണ്ടാണ് അവൻ നീതിമാനാകുന്നത് എന്നുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് താൻ തന്റെ ലേഖനത്തിന്റെ ആരംഭത്തിലേക്ക് കിടക്കുകയാണ്. താൻ പറയാൻ ആഗ്രഹിക്കുന്നത് സുവിശേഷം എന്താണ് എന്നുള്ളതാണ്. താൻ സുവിശേഷം എന്താണ് എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അതിനെ ഒരു പ്രതലം സെറ്റ് ചെയ്യുകയാണ് ഈ 1-ാം അധ്യായം 18-ാം വാക്യം മുതല് നമ്മൾ കാണുന്നത്. നമ്മള് ഒരു ബ്ലാക്ക് ബോർഡില് വൈറ്റ് ചോക്ക് വെച്ച് എഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയും, അല്ലെ? വൈറ്റ് ബോർഡാണ്, വൈറ്റ് ചോക്ക് വെച്ചാണ് എഴുതുന്നതെങ്കിൽ ആർക്കും കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ സുവിശേഷം ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ, സുവിശേഷത്തിന് എന്താണ് സുവിശേഷം എന്ന് പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ആവശ്യകത എന്താണ് എന്ന് മനസ്സിലാക്കണം. ആവശ്യകത എന്ന് പറയുന്നത് മനുഷ്യർ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് പാപിയാണ് എന്നുള്ളതാണ്. അവൻ ദൈവത്തെ അനുസരിച്ചല്ല നടക്കുന്നത് എന്നുള്ള കാര്യം അവന് മനസ്സിലാകണം എന്നുള്ളതാണ്. അപ്പോഴാണ് ആ ബ്ലാക്ക് ബോർഡ് അതിലൊരു വൈറ്റ് ചോക്ക് വെച്ച് എഴുതുമ്പോൾ അത് കൃത്യമായിട്ട് ആൾക്ക് മനസ്സിലാകുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ അത് തന്നെയാണ് ചെയ്യുന്നത്. സുവിശേഷത്തിന്റെ ആരംഭം അല്ലെങ്കിൽ സുവിശേഷം ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ തന്റെ സ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കണം. അപ്പോ അപ്പോസ്തലൻ ഇവിടെ 18-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അപകീർത്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗ്ഗത്തിൽ നിന്ന് വെളിപ്പെടും. ഇവിടെ ആരെപ്പറ്റിയാണ് പറയുന്നത്? ഈ ഭാഗം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ, നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങൾ പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരെ പറ്റിയാണ്. അതിലെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹു സപ്രസ് ദ ട്രൂത്ത് ബൈ ദർ വിക്കറ്റ്നെസ്. ദൈവം എന്ന് പറയുന്ന ആ സത്യത്തെ അവര് സപ്രസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതിനെ അടക്കി വെക്കുകയാണ്. അവരുടെ ആ വിക്കറ്റ്നെസ് കൊണ്ട്, അനീതി കൊണ്ട്, പാപം കൊണ്ട് ആ ദൈവം എന്ന് പറയുന്ന ആ സത്യത്തെ മാറ്റിക്കളഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന മനുഷ്യരാണ്. ആ മനുഷ്യർക്കെതിരെ ദൈവത്തിന്റെ കോപമുണ്ട്. കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. നമ്മൾ ദൈവത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണ മനുഷ്യർ പറയുന്ന ദൈവം സ്നേഹവാനാണ്, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, ദൈവം ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല, ദൈവത്തെ അവരുടെ അനീതികൾക്കും പാപങ്ങൾക്കും എതിരെ ശിക്ഷ കൊടുക്കുന്ന ഒരു ദൈവത്തെ അല്ല, ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവരാണ്. നമ്മളെ എല്ലാവരെയും മനസ്സിലാക്കുന്ന ഒരാളാണ് ദൈവം. പാപം എല്ലാവർക്കും ഉണ്ട്, അതുപോലെ എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? അതിനെയൊക്കെ കൺസിഡർ ചെയ്യാതെ പോകും എന്നുള്ള ഒരു ചിന്താഗതിയാണ് മനുഷ്യർക്ക് പൊതുവേ ഉള്ളത്. എല്ലാ മനുഷ്യരെയും ദൈവം ശിക്ഷിക്കും എന്നൊന്നും മനുഷ്യർ പൊതുവെ ചിന്തിക്കുവാനായിട്ട് മെനക്കെടുകാറില്ല. എന്നാൽ അങ്ങനെ ഒരു ദൈവം ഈ ലോകത്തില്ല. ഈ ലോകം ദൈവമാണ് ഉണ്ടാക്കിയത്. ഈ സകല സൃഷ്ടികളും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ദൈവമാണ് സൃഷ്ടിതാവ്. അപ്പോൾ ദൈവം വിശുദ്ധനാണ്. അതുപോലെ സകല മനുഷ്യരും വിശുദ്ധരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതിനെതിരെ, അങ്ങനെയല്ലാതെ ഉള്ളവർക്കെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? കാരണം എന്ന് പറയുന്നത് അനീതി കൊണ്ട് സത്യത്തെ അവര് തടുക്കുകയാണ്. ദൈവത്തിന്റെ സത്യത്തെ അവര് സപ്രസ് ചെയ്യുകയാണ്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വര ഒരു ചെറിയ വരയാണോ വലിയ വരയാണോ?
ചെറിയ വരയാണ്. ഇപ്പോഴോ? ഇപ്പൊ അത് വലുതായി അല്ലേ? ഇതൊരു ചെറിയ വരയാണോ വലിയ വരയാണോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിലേറ്റീവ് ട്രൂത്ത് ആണ്. അത് മറ്റൊന്നിനെ ആശ്രയിച്ചാണ് ആ ട്രൂത്ത് ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു അബ്സല്യൂട്ട് ട്രൂത്ത് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ്. ഇതൊരു 1 മീറ്റർ ഉണ്ട്. അപ്പൊ ഈ മീറ്ററിനനുസരിച്ചാണ് ഇവിടെ വേറൊരു വര വരച്ചിട്ട് ഇതൊരു വലിയ വരയാണോ ചെറിയ വരയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വലിയ വരയാണ്. ആ സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ എന്താണ്, നിങ്ങളൊരു ചെറിയ വര വരയ്ക്കുകയാണെങ്കിൽ അതിനും ചെറിയ വര വരയ്ക്കാൻ പറ്റും. അപ്പോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന അബ്സല്യൂട്ട് സ്റ്റാൻഡേർഡ് ഇല്ല എന്ന് പറയുകയാണ്. അബ്സല്യൂട്ട് ട്രൂത്ത്, അങ്ങനെ ഒരു ട്രൂത്ത് ഇല്ല. ഓരോരുത്തർക്ക് തോന്നുന്നതാണ് അവരുടെ സ്റ്റാൻഡേർഡ്. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? എനിക്ക് തോന്നുന്നത് അത് തെറ്റല്ലെന്നാ. നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ദൈവം പറയാണ്, ദൈവം മനുഷ്യൻ അപ്പനെ അമ്മയെ വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. അതാണ് വിവാഹം. ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഒരാളുമായിട്ട് വിവാഹം കഴിക്കുന്നതാണ്. അതാണ് ട്രൂത്ത്, അതാണ് ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. എന്നാൽ ഒരാൾ പറയാണ്, എനിക്ക് തോന്നുന്നത് വിവാഹം എന്ന് പറയുന്നത് പുരുഷനും കഴിച്ചാലും തെറ്റില്ല, സ്ത്രീയും കഴിച്ചാലും തെറ്റില്ല. അപ്പൊ അവിടെ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറയുന്ന ആ ദൈവത്തെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണ്. പക്ഷെ ദൈവമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ, ദൈവത്തിന്റെ സത്യമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇവർ പറയുന്നത് എന്തായിത്തീരും? കള്ളമായി തീരും. അത് സത്യമല്ലാതെ ആയിത്തീരും. അപ്പോ ദൈവത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ മനുഷ്യന് ഈ ഭൂമിയിൽ ചെയ്യുന്ന എല്ലാം പാപമല്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് അവർക്ക് കഴിയും. അതുകൊണ്ടാണ് അവർ ദൈവത്തെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ ഒഴിവാക്കി അവരെന്ത് ചെയ്യുന്നു? അവരവരുടെ അനീതി മുഴുവനായിട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന അവർക്കുള്ള പ്രശ്നം എന്താണ്? അവർക്ക് ദൈവത്തെ കുറിച്ച് 19ാമത്തെ വാക്യം, അവർക്ക് ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിക്കും ദൈവത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകശക്തി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ അവർക്ക് ഒരിക്കലും ദൈവമുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുവാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കുകയില്ല. കാരണം എന്താ? ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയിരിക്കുന്നുവല്ലോ. ഒരാൾക്ക് ഒരു അകൃത്യത്തെ ദൈവത്തെ സപ്രസ് ചെയ്ത്, ദൈവത്തിന്റെ സത്യത്തെ സപ്രസ് ചെയ്ത് പാപത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിൽ തുടരുവാനായിട്ട് കഴിയുകയില്ല. കാരണം എന്താ? ദൈവമുണ്ട് എന്നുള്ള കാര്യം ദൈവം തന്നെ എല്ലാ മനുഷ്യർക്കും വെളിവാക്കി വെച്ചിട്ടുണ്ട്. ദൈവം അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അവന്റെ ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ എങ്ങനെയാണ്? നിത്യശക്തിക്കും ദിവ്യത്വവും അവന്റെ ഡിവിനിറ്റിയും അവന്റെ എറ്റേണൽ പവറും അല്ലെ, ആ ശക്തിയും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ ആ ശക്തി നമുക്ക് ഒരു മനുഷ്യന് തന്നിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ ശക്തി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ എത്ര സുന്ദരമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ദൈവം നമ്മളെ എത്ര അത്ഭുതകരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ഞാൻ ടെസയോട് പറഞ്ഞു, ടെസ എഴുന്നേറ്റ് പോയി പല്ല് തേക്കാൻ പറഞ്ഞു. അപ്പൊ ടെസ പറയാണ്, പെട്രോൾ ഇല്ല, അത് കാരണം ഞാനിവിടെ തന്നെ കിടക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഇങ്ങനെ ഒരു പെട്രോള് അതുപോലെ എഞ്ചിനായിട്ടാണ് സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇപ്പൊ എങ്ങനെയായിരിക്കും ജീവിക്കാൻ പറ്റുകയായിരുന്നു? നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ബൈക്ക്, അതിനകത്ത് പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി പെട്രോൾ അടിക്കണം. അതിന് സ്വന്തമായിട്ട് പോയി പെട്രോൾ അടിച്ച് ഇത് ചെയ്യാനുള്ള ആ ബുദ്ധിയോ ബോധമോ ഒന്നും അതിനില്ല. പക്ഷെ ദൈവം നമ്മളെ ഓരോ മനുഷ്യനെ എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മൾക്ക് ഓരോ ചിന്തിക്കാനും വിവേകത്തിനും ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വരൂപത്തിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം അവനിലുണ്ട് എന്നുള്ളതാണ്. ദൈവം ഇല്ല എന്ന് ഒരു മനുഷ്യൻ പറയുകയാണെങ്കിൽ സ്വയമായിട്ട് വഞ്ചിച്ചുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. നമ്മളെ നോക്കുക, അല്ലെങ്കിൽ ഈ ലോകത്തെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ദൈവം എങ്ങനെയാണ് ഇതിനെ മെനഞ്ഞിരിക്കുന്നത്, ആകാശത്തേക്ക് നോക്കുക, ആകാശം
ദൈവത്തിന്റെ ആ മഹത്വത്തെ വർണ്ണിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് പോലെ ശാസ്ത്രം ഇന്നും ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ദൈവം ഇത്രയും അനുഗ്രഹകരമായി അത്ഭുതകരമായി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പാപിയായ മനുഷ്യൻ ആ ദൈവമില്ല എന്ന് പറഞ്ഞ് അവര് പാപത്തിൽ തുടരുന്നത് ദൈവത്തിന്റെ കോപത്തെ വിളിച്ചു വരുത്തുന്ന ഒരു ലക്ഷണമാണ്. ദൈവത്തിന്റെ കോപത്തെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് പാപിയായ മനുഷ്യൻ ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ ആ സത്യത്തെ സപ്രസ് ചെയ്ത് അവർ പാപത്തിൽ തന്നെ തുടരുന്നത് എന്ന കാര്യം. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ അവർക്ക് പ്രതിവാദം ഒന്നും തന്നെ പറയുവാനായിട്ട് കഴിയുകയില്ല. ഒരു കോടതിയുടെ മുമ്പാകെ ഒരു കൊലപാതകി ചെന്നിട്ട് കൊലപാതകത്തിന്റെ കേസ് മുഴുവൻ തെളിയിച്ചു കഴിഞ്ഞിട്ട് ജഡ്ജിയുടെ മുമ്പിൽ തല കുനിച്ചിരിക്കുന്നത് പോലെ അതിനുള്ള ശിക്ഷ എന്താണ് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കുവാൻ നിൽക്കുന്ന ഒരു കൊലയാളിയെ പോലെ മാത്രമാണ് ഒരു മനുഷ്യന് ദൈവത്തിന് മുമ്പാകെ നിൽക്കുവാനായിട്ട് പറ്റുള്ളൂ. അവിടെ എന്തെങ്കിലും ഒരു വാദം പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ല, എനിക്കിത് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ന്യായവിധി ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നും സത്യം ഇതാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് ഒരു മനുഷ്യനും പറയുവാനായിട്ട് പറ്റുകയില്ല. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ചെയ്ത പാപം എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. പാപികളായ മനുഷ്യർ അവർ ചെയ്ത കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തെ നന്ദി കാണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളെ മെനച്ചു, ദൈവം നമ്മളെ ഇത്ര അത്ഭുതകരമായിട്ട് മെനഞ്ഞു, ദൈവം നമ്മളെ ദൈവത്തിന്റെ സ്വരൂപത്തിൽ മെനഞ്ഞു. ദൈവം മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക, അവനെ ആരാധിക്കുക, അവനെ സ്തുതിക്കുക, അവനോട് നന്ദിയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. എല്ലാ മനുഷ്യന്റെയും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കുക, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇവിടെ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാനാണ് വന്നിരിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഞായറാഴ്ച കിട്ടുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഏറ്റവും ഇതിനേക്കാളും വലിയ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് നമുക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മളതെല്ലാം കളഞ്ഞിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നതിന്റെ ഒരു ആവശ്യം നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ പോറ്റുന്ന ഒരു ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക എന്നുള്ളതാണ്. പാപികളായ മനുഷ്യർക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ല. അവര് ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നതും ഒരു വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ് പലരും കാണുന്നത്. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ പള്ളിയിൽ പോയിട്ട് അവിടെ ചെന്ന് ഒരു 3 മണിക്കൂർ ഇരുന്നത് ജീവിതത്തില് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സമയമാണ്. അതേ സമയം അവർക്ക് കുട്ടികളെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചാൽ എന്താണ്? എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചാൽ എന്താണ്? ഈ ലോകത്തിൽ എങ്ങനെ പെരുമാറണമെന്നൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്ത് അത് ഇത്രയും കൂടി എന്താണ് ബെനിഫിഷ്യൽ ആകും എന്നുള്ള ചിന്തയിൽ പറയുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ സമയം ഒന്നിനും കൊള്ളില്ലാത്ത ഒരു സമയമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തെ അറിയുന്നവർക്ക് അറിയാം, ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്, ദൈവത്തെ മഹത്വപ്പെടുത്തുക, തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അവന്റെ ഫലപ്രാപ്തി അതിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നതായി തീരുന്നതാണ് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അതാക്കി തീർക്കുക എന്നുള്ളതാണ്. എന്നാൽ പാപികളായ മനുഷ്യർ ദൈവത്തെ ഓർക്കുന്നില്ല, ദൈവത്തെ അവര് മറന്നു കളയുന്നു, ദൈവത്തെ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് പൂർണ്ണമായി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രവൃത്തികളാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ ദൈവത്തിന് നന്ദി പറയുകയോ ചെയ്യുന്നില്ല. അവരുടെ ഹൃദയങ്ങളാൽ, അവരുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായിത്തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. നമ്മള് ഈ ലോകത്തില് പല ആളുകളും ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വോക്ക് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ, നമ്മള് ഹോമോസെക്ഷൽ ഒക്കെ ശരിയാണെന്ന് പറയുന്ന ആളുകളൊക്കെ, അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും ഞാൻ അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം എന്ന് പറയുന്ന കാര്യമില്ല, ദൈവത്തെ
എനിക്ക് തോന്നുന്നതാണ് ശരി എന്ന് പറയുന്നത്. അവര് പറയുന്ന ഇപ്പോ അബോർഷൻ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയുന്ന ഇല്ല, ഞാൻ ഒരു സ്ത്രീക്ക് ശരീരത്തില് അവളുടെ ശരീരമാണ്, അതിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനായിട്ടുള്ള അധികാരമുണ്ട്. അത് ഒരു കുഞ്ഞ് ജീവൻ അവിടെ ഉടലെടുക്കുമ്പോൾ അത് ദൈവത്തിന്റെ സ്വരൂപത്തിൽ തന്നെ ഉണ്ടായ ഒരു ജീവനാണ്. അതിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊലപാതകം തന്നെയാണ്. അപ്പോൾ അത് ദൈവത്തിന്റെ ആ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. അതൊരു കൊലപാതകം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു സമൂഹമാണ് ഇനി ഇപ്പൊ ഉള്ളത്. അത് തുടർന്ന് വരുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? അവർ ജ്ഞാനികൾ എന്ന് പറഞ്ഞ് അവർ മൂഢന്മാരായി പോകുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടു പോകുന്നു. അവരുടെ ആ ഹൃദയം പാപത്താൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഹൃദയം എന്ന് പറയുന്നത് അതെന്തായി പോകുന്നു? അത് ഇരുണ്ടു പോകുന്നു. അത് ദൈവത്തിനെതിരെ ഉള്ള മത്സരത്തിന്റെ ആ ഹൃദയമായിട്ട് തീരുന്നു. അങ്ങനെയുള്ള പാപികളായിട്ടുള്ള മനുഷ്യരാണ് ഈ ലോകത്തിൽ ഏറിയ പങ്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഏജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അവർക്ക് ദൈവത്തെ സപ്രസ് ചെയ്യാനായിട്ട്, ദൈവത്തിന്റെ സത്യത്തെ താഴ്ത്തി വെച്ച് അവർക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്തു? എന്നേക്കും ജീവിക്കുന്ന ദൈവത്തെ അവർ മാറ്റിക്കളഞ്ഞ് മരിച്ചു പോകുന്ന മനുഷ്യന്റെയും പക്ഷിയുടെയും നാൽക്കാലിയുടെയും രൂപമുണ്ടാക്കി, അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി, അവർ ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തി ആ നന്ദിയും മഹത്വവും അവർ അതിന് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതിനെല്ലാത്തിനും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്ന ആ സത്യത്തെ അവരുടെ ജീവിതങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവർ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. അവർ അതിനു മുമ്പിൽ പോയി കുമ്പിടുന്നത്. ദൈവത്തിനെ അനുസരിക്കുവാനോ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ദൈവം അവർക്ക് എന്താണ് ചെയ്തു കൊടുക്കുന്നത്? ദൈവം അങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ ദൈവത്തിന്റെ കോപം ഉണ്ട് എന്ന്, സ്വർഗത്തിൽ നിന്ന് കോപം ഉണ്ട് എന്നാണ് നമ്മൾ ആദ്യമേ വായിച്ചത്. അതുകൊണ്ട് 24-ാമത്തെ വാക്യം, 24-25 ഒന്ന് വായിക്കാം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിനെ അശുദ്ധിയിൽ ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റിക്കളഞ്ഞു. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു ആരാധിച്ചു. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. ദൈവം അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ മാറ്റിക്കളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ആ മനുഷ്യരെ ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളെ അനുസരിച്ച് നടക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു. അവരുടെ പാപങ്ങളിൽ തന്നെ നടക്കുവാനായിട്ട് ദൈവം അനുവദിക്കുന്നു എന്നുള്ളതാണ്. അത്യാഗ്രഹമുള്ള ഒരാള് ദൈവത്തെ മറന്ന് അത്യാഗ്രഹത്തിൽ തന്നെ ജീവിച്ച് അത് നേടുവാനായിട്ട് ലോകം മുഴുവൻ നടക്കുന്ന ഒരാളെ, ദൈവത്തെ മറന്നു കളഞ്ഞ് അങ്ങനെ ജീവിക്കുന്ന ഒരാളെ ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കും. എന്നാൽ അവൻ മടങ്ങി വന്നില്ലെങ്കിൽ ദൈവം എന്ത് ചെയ്യും? ദൈവം അവനെ അത്യാഗ്രഹത്തിൽ തന്നെ ജീവിക്കുവാനായിട്ട് അവന്റെ സ്വന്തം ഹൃദയത്തിലെ മോഹങ്ങളിൽ തന്നെ ജീവിക്കുവാനായിട്ട് ദൈവം വിട്ടുകളയുന്നു എന്നുള്ളതാണ്. കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ സാത്താനെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ വിധിക്കണം എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ പാപത്തിൽ തന്നെ ജീവിക്കുവാനായിട്ട് അവൻ തീരുമാനിക്കുന്നു, അതിലേക്ക് തന്നെ അവനെ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ ലോകത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ആ പാപത്തിൽ തന്നെ ജീവിക്കുക എന്ന് പറയുന്നതാണ്. മാനസാന്തരമില്ലാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. അപ്പോ ദൈവം ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്ന, ഒരു സമൂഹത്തിന് ദൈവം കൊടുക്കുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പനകളെ തുടർച്ചയായി ലംഘിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യന് ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ ഹൃദയത്തിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവർ ചെയ്ത കാര്യം ദൈവത്തിന്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി കളഞ്ഞു എന്നുള്ളതാണ്.
ദൈവമുണ്ട് എന്ന് പറയുന്ന സത്യം, ദൈവത്തിന്റെ കൽപ്പനകൾ, നീതിയുടെയും വിശുദ്ധിയുടെയും കൽപ്പനകൾ, അതെല്ലാം വ്യാജമാക്കി കളഞ്ഞ് അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. അതുകൊണ്ട് സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭരിച്ച് ആരാധിച്ചു. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം എത്രയോ മഹത്വകരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകൾക്കും ഈ അവസരം ലഭിച്ചിട്ടില്ല. പല ആളുകൾക്കും ദൈവത്തെ മനസ്സിലാക്കുവാനോ ദൈവത്തെ ദൈവമെന്നോർത്ത് സ്തുതിക്കുവാനോ അവന്റെ അത്ഭുത കാര്യങ്ങളെ വർണ്ണിക്കുവാനോ അവനെ നന്ദി കരയറ്റുവാനോ മനുഷ്യരിൽ പല ആളുകൾക്കും നേരമില്ലാതിരിക്കുമ്പോൾ, അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാതിരിക്കുമ്പോൾ, നമ്മളെപ്പോലൊരു ചെറിയ കൂട്ടമായിട്ട് ഇവിടെ വന്ന് മഹത്വവാനായ ദൈവത്തെ ആരാധിക്കുവാനും അവനെ മഹത്വപ്പെടുത്തുവാനും ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യത്തെ നമ്മൾ ഓർത്ത് സ്തുതിക്കേണ്ടതിനാണ്. അപ്പോസ്തലനായ പൗലോസും ഈ ഒരു പാപത്തെ പറ്റി, മനുഷ്യരുടെ ഈ അന്ധകാരത്തെ പറ്റി, അവരുടെ ഇരുണ്ട ഹൃദയത്തെ പറ്റി ഈ വിവരിക്കുന്ന ഈ വാക്യങ്ങളുടെ ഇടയിലും അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭരിച്ച് ആരാധിച്ചു, അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ആമേൻ. നമ്മുടെ ദൈവം അനുഗ്രഹിക്കപ്പെട്ടവനാണ്. നമ്മുടെ ദൈവം ആരാധിക്കപ്പെടേണ്ടവനാണ്. അവന് നന്ദി കൊടുക്കപ്പെടേണ്ടവനാണ്. അവനെ മൗത്വീകരിക്കപ്പെടേണ്ടവനാണ് എന്നുള്ള കാര്യമാണ്. ഏത് സാഹചര്യത്തിലായാലും അവനെ സ്തുതിക്കപ്പെടേണ്ടതാണ്. ആളുകൾ, ചുറ്റുമുള്ള ആളുകൾ അവരുടെ ആ പാപത്തിന്റെ അന്ധകാര നിമിത്തം അവർ ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിലും, അവർ മഹത്വപ്പെടുത്തിയില്ലെങ്കിലും, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഓരോ ദൈവത്തിന്റെ മകനും നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ച കർത്താവിനെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ കടമപ്പെട്ടവരാണ് എന്ന് നമ്മളെ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവ വിരുദ്ധമാക്കി കളഞ്ഞു. അവണ്ണം പുരുഷന്മാരും സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ചൊരിച്ച് ആണോടാണ് അവലക്ഷണമായത് പ്രവർത്തിച്ചു. ഇങ്ങനെ അവർ തങ്ങളുടെ ദുർപ്രവൃത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിച്ചു. ഒരു സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ആ അന്ധകാരം നിറഞ്ഞ, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു അവസാനം എന്ന് പറയുന്ന നമ്മൾ ഈ വായിച്ച അവസാനമാണ്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യരുടെ പുത്രന്മാർ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരുമായിട്ട് വിവാഹത്തിന് ചെല്ലുകയും അവിടെ ദൈവം ഒരു നാശം, നോഹയുടെ പ്രളയം നിമിത്തം അന്നത്തെ ലോകത്തെ മൊത്തം നാശം വിധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ലോത്തിന്റെ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവര് ഹോമോസെക്ഷാലിറ്റിയും സെക്ഷലായിട്ടുള്ള പാപങ്ങളും നിമിത്തം അവര് ദൈവത്തിനെതിരെ മർദ്ദലിച്ചപ്പോൾ അവരുടെ ആ പാപത്തിന്റെ ആ നിലവിളി സ്വർഗത്തിലേക്ക് എത്തുകയും ദൈവം എന്ത് ചെയ്തു? സ്വർഗത്തിൽ നിന്ന് തീയിട്ട് ആ നരകത്തെ എന്ത് ചെയ്തു? തീ വെച്ച് ചുട്ടുകളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. ഇന്നും നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോദോം ഗൊമോറയുടെ ആ സ്ഥലങ്ങളിൽ സൾഫറിന്റെ ബോള് കിടക്കുന്നതായിട്ട്, ഇഷ്ടംപോലെ സൾഫറിന്റെ ബോള് കിടക്കുന്നതായിട്ട് കാണാം. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി ആ നഗരത്തെ നശിപ്പിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനം എഴുതുന്നത് AD 57 ഇറ്റലിയിലെ റോമിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ് പോംപെ സിറ്റി എന്ന് പറയുന്ന ആ നഗരം. അവിടെ സെക്ഷന്, വ്യഭിചാരത്തിന് പേര് കേട്ട ഒരു നഗരമായിരുന്നു. അവിടെ പൂർണ്ണമായും തുറന്നു കിടക്കുന്ന ലൈസൻസ് ഉള്ള ഒരു നഗരമായിരുന്നു പോംപെ സിറ്റി എന്ന് പറയുന്നത്. അന്ന് അവിടെ AD 79 ഈ ലേഖനം എഴുതുന്നത് 57 അതിനുശേഷം AD 79 അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു പർവ്വതമാണ് മൗണ്ട് വെസ്യൂവിയസ് എന്ന് പറയുന്ന ഒരു പർവ്വതം. അത് അഗ്നിപർവ്വതമാണ്. അത് AD 79 പൊട്ടിത്തെറിച്ചു. ആ ലാവ അവിടെ നിന്ന് ഒറ്റയടിക്ക് അത് പൊട്ടിത്തെറിച്ച് ആ പോംപെ നഗരത്തിൽ പൂർണ്ണമായിട്ട് വന്ന് അതിന്റെ ആശസ്സും ഇതെല്ലാം ഈ ചാരം മൊത്തം വന്ന് ആ പോംപെ നഗരം പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെക്കൻഡ് കൊണ്ടാണ് ഈ കാര്യം നടന്നത്. അവിടെ ഉണ്ടായിരുന്ന ആളുകള് ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇട്ട ആറ്റം ബോംബിനേക്കാളും 300 മടങ്ങ് കൂടുതൽ ചൂടാണ് ഒരൊറ്റ മണിക്കൂർ കൊണ്ട് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അഗ്നിപർവ്വതത്തിൽ വന്ന ലാവയും ആ പൊടിപടലങ്ങളും എല്ലാം വന്ന ആ നഗരത്തെ പൂർണ്ണമായിട്ട് മൂടി.
ആ വീടുകൾക്ക് മുകളിൽ ചാരം വന്ന് ഇരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകള് എന്തായിരുന്നോ അവിടെ ഉണ്ടായിരുന്ന അതേ രൂപത്തിൽ തന്നെ മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നു. 1800-കളിലാണ് ഒരു എക്സ്കവേഷന്റെ ഭാഗമായിട്ട് അവിടെ തുറന്നു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടത്. എന്നിട്ട് അവര് അതും ബോംബെ സിറ്റി മുഴുവൻ വീണ്ടെടുത്തു. ആ സിറ്റി മുഴുവൻ വീണ്ടെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടുകളെല്ലാം അങ്ങനെ തന്നെ വീണ്ടെടുത്തു. അവിടെ പൂർണ്ണമായിട്ട് ഈ ആഷസ് എല്ലാം മാറ്റി. 1800-കളിലാണ് അത് കണ്ടെത്തിയത്. അപ്പൊ അന്നത്തെ റോമ നഗരത്തിന്റെ പൂർണ്ണമായ ചിത്രം അവിടെയുണ്ട്. അവിടെ ഇന്ന് 2001-ലാണ് അവിടെ നിന്ന് കണ്ടെടുത്ത ആ പെയിന്റിങ്ങുകളും അവിടെ നിന്ന് കണ്ടെടുത്ത ആ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. കാരണം ആ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലജ്ജിച്ചുകൊണ്ട് മാത്രമേ അത് കാണുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇന്ന് നമ്മൾ യൂട്യൂബിലേക്ക് കണ്ട ബോംബെ സിറ്റിയുടെ പിക്ചേഴ്സ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അന്നത്തെ ആ എല്ലാം വൾഗറാണ്. ഒരു ഗ്ലാസ്സിൽ വരെ കുത്തിവെച്ചിരിക്കുന്ന ഇത് രതിയുടെ ചിത്രങ്ങളാണ് മുഴുവൻ. അവിടെ വീടുകളും എല്ലായിടത്തും ഇത് തന്നെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ആ സിറ്റിയെ ദൈവം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ദൈവം ന്യായം വിധിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഈ മനുഷ്യരുടെ പാപങ്ങളെ ദൈവം ന്യായം വിധിക്കുന്നവനാണ്. എന്നാൽ അതിന്റെ ആ ഒരു നഗരത്തിന്റെ ഏറ്റവും അവസാനത്തെ ആ പാപത്തിന്റെ ഏറ്റവും ചീഫ് എൻഡായിട്ട് വരുന്ന ഒരു പാപമാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ വായിച്ച ഹോമോസെക്ഷാലിറ്റിയിലേക്ക് കടന്നു പോകുന്ന ഒരു സമൂഹം. അത് നമ്മുടെ സമൂഹങ്ങളിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം ധാർമ്മികമായി അധപ്പതിച്ചു എന്നുള്ളതാണ്. ദൈവം അതിനു വേണ്ടി അവരെ വിട്ടുകൊടുത്തു. പാപത്തിന്റെ അതിപ്രസരം കാരണം, ദൈവത്തിനോട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള മറുതലിപ്പ് കാരണം ദൈവം അതിനെ അനുവദിച്ചു. അവരുടെ ഹൃദയങ്ങളിൽ ആ പാപത്തിന് അവർക്ക് പാപത്തിന് പാപത്തിന് ജസ്റ്റിസ് നീതിയായിട്ടുള്ള ഒരു വിധി അവർക്ക് വരേണ്ടതിന് വേണ്ടി ദൈവം ആ പാപത്തിലേക്ക് അവരെ കൈയൊഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലും ഇപ്പൊ ഹോമോസെക്ഷാലിറ്റി ഒക്കെ അംഗീകരിക്കപ്പെട്ടുകൊണ്ടും ഏറ്റവും അതൊന്നും വലിയ കുഴപ്പമില്ലാതൊക്കെ അവരുടേതായ ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ അംഗീകരിച്ചുകൊണ്ട് വരികയാണ്. പുറത്താണെങ്കിൽ ഹോമോസെക്ഷൽ ആയിട്ടുള്ള ടീച്ചേഴ്സും പാസ്റ്റേഴ്സും ഒക്കെ ഉള്ള സഭകൾ വരെയുണ്ട്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. സ്വാഭാവികമല്ലാതെ നേച്ചർ അല്ല, ദൈവം വെച്ചതല്ല, ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അത്. അത് തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ പ്രതിഫലം തങ്ങളിൽ തന്നെ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. പാപത്തിനുള്ള ഫലമാണ്, പാപത്തിന്റെ ഫലമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ദൈവത്തെ കോൺസ്റ്റന്റ് ആയിട്ട് മറുതലിക്കുന്ന ഒരു സമൂഹത്തിന് കിട്ടുന്ന പ്രതിഫലമാണ് ആ പാപം എന്ന് പറയുന്നത്. അതിനുശേഷം 28-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുവാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. ദൈവമാണെന്ന് ഓർത്ത്, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവം വിശുദ്ധനാണെന്നും ദൈവം നീതിമാനാണെന്നും ദൈവം പാപത്തെ കൈകാര്യം ചെയ്യുന്ന ദൈവമാണോ എന്നുള്ള കാര്യത്തെ ഗൗരവകരമായിട്ട് എടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ജീവിക്കുകയും ചെയ്യുന്ന അവർക്ക് ദൈവം കൊടുക്കുന്നത് അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അത് ആരൊക്കെയാണ്? അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹം ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ. ആ പാപത്തിന്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണുകയാണ്. ഈ പാപത്തെല്ലാം ദൈവത്തിൽ നിന്നുള്ള പാപമാണ്. ഇതെല്ലാം പാപമാണ്. ദൈവം ഇതിനെ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കൊല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, ദൂഷകന്മാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ കൂട്ടർ ഇവര് അവരുടെ ഹൃദയത്തിലെ പാപം നിമിത്തം അവരുടെ ഹൃദയം നമ്മൾ മുന്നേ വായിച്ചതുപോലെ അവരുടെ വേഗമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയതുപോലെ അവർ സൃഷ്ടിതാവിനെ അവരുടെ ആ പാപത്തെ, സത്യത്തെ
സപ്രസ് ചെയ്തത് നിമിത്തം അവരുടെ ഹൃദയത്തിലെ പാപം വളരെ വലുതായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവരെ ഉചിതമില്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. ദൈവം ചെയ്യുന്ന കാര്യം അവരുടെ പാപത്തിൽ തന്നെ തുടരുവാനായിട്ട് ദൈവം അവരെ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ആ ദൈവം അവരെ പാപത്തിൽ തുടരുവാൻ അനുവദിക്കുന്നത് നിമിത്തം അവർ പാപത്തിൽ മെച്ചുവറായി ദൈവത്തിന്റെ ന്യായവിധി അവരിലേക്ക് വേഗം എത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ജീവിതങ്ങളിലും ഒരു പക്ഷേ വിശ്വാസികളാണെന്നുള്ള നമ്മുടെ ജീവിതങ്ങളിലും ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു പാപത്തിന്റെ ഒക്കെ നമ്മുടെ ജീവിതങ്ങളിലും ഒക്കെ കാണുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം നമ്മളും മനുഷ്യരും ജഡത്തിൽ ജീവിക്കുന്നവരുമാണ്. എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള രീതിയിൽ ഇതൊരു പാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അത് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ദൈവദോഷികൾ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഗർഭിഷ്ഠരാകുവാനും ആത്മപ്രശംസ നടത്തുവാനും ഒക്കെ നമ്മൾ സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ട്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പാപമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മാനസാന്തരത്തിന്റെ പാതയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയും ഒരു പാപത്തിൽ ജീവിക്കുന്നവനും തമ്മിൽ ഉള്ള വ്യത്യാസം. അപ്പോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവം നമ്മളെ വിളിച്ചത് ഈ വലിയൊരു പ്രത്യാശയിലേക്ക്, ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചു. ദൈവത്തെ മനസ്സിലാക്കി തരുവാനായിട്ട്, ദൈവത്തിന്റെ കൃപയാൽ അവന്റെ സുവിശേഷം മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിച്ചു. ദൈവത്തെ നന്ദി പറയുക, ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കടമ എന്ന് പറയുന്നത് അതാണ്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ പാപത്തിന്റെ ആ വലിയ ആഘാതത്തിലേക്കും പോകുവാനായിട്ട് ഇടയായിത്തീരും എന്നുള്ള കാര്യം അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നു. ഇത് സുവിശേഷത്തിന്റെ ഒരു മുഖവിര മാത്രമാണ്. ഇതിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ മുമ്പോട്ട് പോകുന്നുണ്ട്. ഏത് പാപിയെയും വിടുവിക്കുന്ന സുവിശേഷം, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലുള്ള വിശ്വാസം നിമിത്തം ഏത് പാപിക്കും നീതിമാനാകുവാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യം പൗലോസ് അപ്പോസ്തലൻ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുവാനും ആ ഏകസത്യ ദൈവമായ കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും നമുക്ക് ദൈവത്തിന്റെ പാഠം തന്നെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവനെ ആരാധിക്കുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പാപത്തിൽ കിടക്കുന്ന ജീവിതങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തെ രക്ഷിക്കപ്പെടേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ ന്യായവിധിയിലായി പോകാതിരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് മധ്യസ്ഥത കഴിക്കാം. ദൈവം ഈ വചനങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.